ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഹോഫ്ദോപ്പ് സ്റ്റേഷനിൽ ആംസ്റ്റർഡാം സെൻട്രലിൽ പോവുകയാണ് കേട്ടോ. ചെറിയ കുട്ടി ഷോപ്പിംഗ് ഉണ്ട് നാട്ടിൽ പോണതിൻ്റെ മുന്നേ. ഇത്തവണ അങ്ങനെ വലിയ ഷോപ്പിംഗ് ഇല്ല, കാരണം ഞാനിപ്പോൾ ഒരു 5 മാസമായിട്ടുള്ള നാട്ടിൽ പോയിട്ട്. അപ്പോൾ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഷോപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആംസ്റ്റർഡാം സെൻട്രലിൽ പോവുകയാണ്. ആദ്യത്തെ എൻ്റെ പ്ലാൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഹോഫ്ദോപ്പ് സെൻറ്ററത്ത് എവിടെയെങ്കിലും പോകാനായിരുന്നു, കാരണം അങ്ങനെ ഒരു വലിയ ഷോപ്പിംഗ് പ്ലാൻ ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് എനിക്ക് ഒരു കാര്യം ചെയ്യാനൊരാഗ്രഹം വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആംസ്റ്റർഡാം സെൻട്രലിൽ പോകുന്നത്. അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ അവിടെ എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അധികം റഷൊന്നുമില്ല കേട്ടോ ട്രെയിനിൽ. പിന്നെ ഞാനൊരു സൈലൻറ്റ് കമ്പാർട്ട്മെൻറ്റിലും അല്ല, അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇവിടെ ചില കമ്പാർട്ട്മെൻറ്റ്സിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ട് നമ്മൾ യാത്ര ചെയ്യണം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്നത്തെ ഒരു വീഡിയോ തുടങ്ങാം. ഒരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗാണ്. നാട്ടിലേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കണം, എനിക്ക് ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ആംസ്റ്റർഡാം സെൻറ്ററത്തോട്ട് കാർ എടുത്ത് പോകുന്നത് വളരെ കുറവാട്ടോ, കാരണം അവിടെ ഭയങ്കര പാർക്കിംഗ് ഫീ ആണ്. അതുകൊണ്ട് തന്നെ അധികം നമ്മൾ സ്പ്രിൻറ്ററാണ് എടുക്കാറ്. സ്പ്രിൻറ്റർ ആകുമ്പോൾ ഒരു 3-4 സ്റ്റോപ്പിൽ 20 മിനിറ്റിൽ നമ്മളിതേ സെൻറ്റർ എത്തും. സൺഡേ ആവോണ്ടോ തോന്നണു, നല്ല തിരക്കുണ്ട്. റോസ് 12 മണിയാകുമ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 12-12:05 ആകുമ്പോൾ എത്തേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ സെൻട്രൽ സ്റ്റേഷന് തൊട്ട് മുന്നേയുള്ള സ്ലോട്ട് ഡൈക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ വണ്ടി കുറച്ച് നേരം പിടിച്ചിട്ടു. അതുകൊണ്ട് നമ്മളിപ്പോൾ എത്തിയപ്പോൾ 12:25 ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നടക്കാം. ഇന്നലെ ഇവിടെ അടിപൊളി വെതറായിരുന്നു കേട്ടോ, പക്ഷെ ഇന്ന് നമുക്ക് പുറത്തിറങ്ങണമല്ലോ, അതുകൊണ്ട് ടെമ്പറേച്ചറൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ജാക്കറ്റ് എടുത്ത് കയ്യിൽ വെച്ച് അയ്യോ വീണു. ഒരു മിനിറ്റ്. ഒരു വയസ്സായ അമ്മൂമ്മ തലയിടിച്ച് വീണു. ഒന്നും പറ്റിയിട്ടില്ല, പക്ഷെ എന്നാലും കുറേ ആൾക്കാരുണ്ട് അവിടെ, നമ്മുടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സെൻറ്ററത്തോട്ട് നടക്കാം. നമ്മൾ പറഞ്ഞു വന്ന വെതറായിരുന്നു. അപ്പോൾ ഇന്ന് ജാക്കറ്റ് വേണ്ട വെതറാണ് കേട്ടോ. ഒരു 13-14 ഇന്നലെ 20 വരെയൊക്കെ ആയിരുന്നു. നല്ല അടിപൊളി വെതറായിരുന്നു. നല്ല തിരക്കുണ്ട് പുറത്തും. ആംസ്റ്റർഡാം എപ്പോഴും വീക്കെൻഡ്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാരുണ്ടായിരിക്കും, കുറേ കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരിക്കും, കുറേ രീതിയിലുള്ള ഡ്രസ്സ് ചെയ്ത ആൾക്കാരുണ്ടായിരിക്കും. ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള സിറ്റിയാണ്. നമ്മൾ ആംസ്റ്റർഡാം നെതർലൻഡ്സിനെയൊക്കെ പറ്റി പറയുമ്പോൾ ഒരുപാട് പേര് കൺസേണിങ് ആയിട്ട് തന്നെ ചോദിക്കാറുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഇവിടെ കഞ്ചാവ് ലീഗലല്ലേ? അതേപോലെ തന്നെ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട്, സെക്സ് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്ന ഏരിയ ഒക്കെ ഉണ്ടാവുകൊണ്ട് ഫാമിലി ലൈഫൊക്കെ ഇവിടെ എങ്ങനെയാണ്, സേഫ് ആണോ എന്നുള്ളത്. ഞാനിപ്പോൾ നെതർലൻഡ്സിൽ എൻ്റെ 7ാമത്തെ കൊല്ലമാണ്. ഇത്രയും കൊല്ലത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഏത് സമയത്തും ഏതൊരാൾക്കും സേഫായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു കൺട്രി തന്നെയാണ് നെതർലൻഡ്സ്. എനിക്ക് ഇതേവരെ ഒരു മോശം എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട് നെതർലൻഡ്സിനെ പറ്റിയിട്ട്. യൂറോപ്പിലെ തന്നെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വൺ ഓഫ് ദ ക്ലീൻ കൺട്രിയാണ് നെതർലൻഡ്സ്. പിന്നെ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് വരുന്നത് നെതർലൻഡ്സിലാണ്. പിന്നെ ആംസ്റ്റർഡാം ഒരു ടെക് ഹബ്ബാണ്. ഇവിടെ ഇല്ലാത്ത കമ്പനികളില്ലാന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് സ്റ്റാർട്ടപ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കാണാനായിട്ട് പറ്റും. നമ്മൾ കുറച്ചു കാലം ഒരു കൺട്രിയിൽ താമസിക്കുമ്പോൾ സമൂഹത്തിൽ തെറ്റാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഒരു രാജ്യത്തെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു ശരിയല്ലായ്മ തോന്നുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. തൽക്കാലം നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഡിസ്കസ് ചെയ്യാം. ഇന്ന് വന്ന പരിപാടി നടക്കട്ടെ. റോസിനെ നമ്മൾ കണ്ടുമുട്ടിയിട്ട് ഹേമയിൽ വന്നെങ്കിലും ഹേമയിൽ വന്നതിൻ്റെ ഉദ്ദേശം പറഞ്ഞില്ലല്ലോ. ഞാൻ റോസിനെ എനിക്കൊരു സഹായത്തിന് വേണ്ടി ഒപ്പം കൊടുത്തതാണ്, കുറച്ച് ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്നുള്ള നിലയിൽ കേട്ടോ. കാരണം കഴിഞ്ഞ തവണ നമ്മൾ നാട്ടിൽ വന്നപ്പോഴും നമ്മളിങ്ങനെ ഒരു ചെറിയ ഒരു 5 ഗിഫ്റ്റൊക്കെ വാങ്ങി നമ്മുടെ വീഡിയോ കാണുന്ന ഒരു 5 ആൾക്കാർക്ക് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് നമ്മൾ വാച്ചും ബാഗും അങ്ങനത്തെ സംഗതികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മളൊരു 5 വിന്നേഴ്സിനെ സെലക്ട് ചെയ്തു. അവർക്ക് ഞാൻ നാട്ടിലെത്തിയതിന് ശേഷം ഗിഫ്റ്റ് അയച്ചു കൊടുത്തു. പിന്നെ അത് ഞാൻ രണ്ടാമതൊരു വീഡിയോ ഒക്കെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം എനിക്ക് അതിൻ്റെ ഒരു ആവശ്യം തോന്നിയില്ല. നമ്മുടെ ഉദ്ദേശം ഒരു 5 ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്തു. അപ്പോൾ ഇത്തവണ ഗിഫ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ തവണയും നമ്മൾ ഗിഫ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറച്ചൊരു ബോറ് പരിപാടിയല്ലേ, അപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. റോസ് എനിക്ക് മൂളാൻ വേണ്ടി നിൽക്കട്ടെ ഇവിടെ. അപ്പോൾ ഇത്തവണ എനിക്കിങ്ങനെ ഫീൽ ചെയ്തൊരു കാര്യമായിരുന്നു. നമ്മളിപ്പോൾ ഇങ്ങനെ മദർഹുഡിലോട്ടൊക്കെ കിടക്കുകയാണല്ലോ. അപ്പോൾ ഇപ്പോഴാണ് കുറച്ചിങ്ങനെ കുട്ടികൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാനും വാങ്ങിക്കാനും ഒക്കെ തുടങ്ങിയത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ വന്നു. ഒരു 5-6 ഗിഫ്റ്റ് പിള്ളേർക്ക് ജനിച്ച ഉടനെയുള്ള ന്യൂ ബോൺ ആയിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 5-6 ഇവിടെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ. ഇപ്പോൾ റോസിന് അറിയാം, മമ്മു ചേച്ചിക്ക് അറിയാം, ദീപ ചേച്ചിക്ക് അറിയാം. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങൾ പിക്ക് ചെയ്ത് ഒരു ഹാമ്പർ പോലെ, ഒരു 5 ഹാമ്പർ ന്യൂ ബോൺ ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ എനിക്കൊരാഗ്രഹം.
അപ്പോൾ അതിനുള്ള കുറച്ച് ഗിഫ്റ്റ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്തൊക്കെയാണെന്നുള്ളത് ഏകദേശം ഞാനൊരു ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി റോസിൻ്റെയും കൂടെ ഗൈഡൻസോട് കൂടെ നമ്മളിന്ന് വാങ്ങിക്കും. എന്നിട്ട് എങ്ങനെയാണ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചതിന് ശേഷം തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ തൽക്കാലം എന്തൊക്കെയാണ് റോസിൻ്റെ മൈൻഡിൽ? എൻ്റെ മൈൻഡിൽ നമ്മൾ ഇവിടുന്ന് മാത്രമല്ലല്ലോ വാങ്ങിക്കുന്നത്, വേറെ കുറേ ഷോപ്പിൽ പോകുന്നുണ്ട്. ഇവിടെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള പാസിഫയർ, സോഫ്റ്റ് ടോയ്, അതുപോലെ നമ്മുടെ ഈ മിൽക്ക് പൗഡർ ഒക്കെ ഇടുന്ന ചെറിയ ബോക്സ്, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഗതികൾ നമുക്ക് വാങ്ങിക്കാം. സമയം കളയണ്ട. സമയം 12:45 നമുക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂറിൽ ഇറങ്ങി പുറത്തു പോയി ഭക്ഷണം കഴിക്കണം. കാരണം എനിക്ക് ഭക്ഷണമാണ് ഇപ്പൊ മെയിൻ ഇമ്പോർട്ടൻറ്റ്. റോസിനൊന്നും ചീണ്ടയാട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല, ക്ഷമിക്കണം. നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും ഞാൻ ചുമ്മാ ഒന്നും കൂടെ പറയാട്ടോ. നമുക്കിവിടെ പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വയ്യായുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി വേറൊരു സെപ്പറേറ്റ് ടോയ്ലറ്റ് എപ്പോഴും കാണാറുണ്ട്. അത് കുറച്ചും കൂടെ ഡയപ്പർ സ്റ്റേഷനൊക്കെ വെച്ച് കുറച്ചും കൂടെ ടോയ്ലറ്റ് സീറ്റിങ്ങിന് സപ്പോർട്ടൊക്കെ വരുന്ന ഒരു രീതിയിലായിരിക്കും. നമുക്ക് ഹാമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് വേണമല്ലോ. അപ്പോൾ ഇത് കുറച്ച് കളർഫുള്ളായിട്ട് തോന്നി. ഇതാകുമ്പോൾ നാട്ടിൽ വന്നിട്ട് നമുക്ക് ബോക്സ് ആക്കിയാൽ മതി. ഇങ്ങനത്തെ ബോക്സിൻ്റെ ഓപ്ഷൻസും ഉണ്ട് ഇവിടെ. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്ഥലം നമ്മുടെ പെട്ടിയിൽ പോവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ ഇതാണ് എന്നാണ് നമ്മുടെ രണ്ടുപേരുടെ അഭിപ്രായം. റോംബർ ആക്ച്വലി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അല്ലേ? കാരണം അവർക്ക് രാത്രിയൊക്കെ അതിട്ട് ഉറങ്ങാൻ നല്ലതായിരിക്കും. അയ്യോ, നല്ല രസമുണ്ടോ, നല്ല ക്യൂട്ട്. എൻ്റെ അച്ഛനൊരു ട്വിൻ സിസ്റ്റർ ഉണ്ട്. അപ്പോൾ അവരുടെ മകന് രാഹുലേട്ടന് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നേ, കുറച്ച് കാലമായി. അപ്പം ഞാൻ അവർക്ക് ഇവിടുന്ന് റോംബറും പാസിഫയറും ഒക്കെ വാങ്ങിച്ചു കൊണ്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. രാത്രി നല്ല ടൈറ്റായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കിടന്നുറങ്ങുമ്പോൾ ഒരു സുഖമായിട്ട് കിടന്നുറങ്ങണമെന്നൊക്കെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോംബർ എന്തായാലും നമുക്കൊന്ന് നമ്മുടെ ഹാമ്പറിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇത് റോസ് കണ്ടുപിടിച്ച ഒരു ഐറ്റമാണ്. റോസ് കണ്ടുപിടിച്ച ഐറ്റം അല്ല, നല്ലതായിരിക്കും നമ്മുടെ ഹാമ്പറിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞൊരു കാര്യമാണ്. ഇതിലിങ്ങനെ 3 ഭാഗമായിട്ടാണ് വരുന്നത്. ഒന്ന് ഇവിടെ, പിന്നെ 2, 3. അപ്പോൾ 3 ഭാഗങ്ങളിൽ നമുക്കിപ്പോൾ മിൽക്ക് പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലവരൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കൂലോ, അതായത് മിൽക്ക് പൗഡറും ചൂടുവെള്ളം കൂടെ അല്ലേ. ട്രാവൽ ചെയ്യുമ്പോഴും നമുക്ക് ഈവൻ ഇപ്പൊ എന്താ ഫോർമുല മിൽക്ക് പൗഡർ തന്നെ വേണമെന്നില്ല, കുറുക്ക് പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അളവിലുള്ള സാധനങ്ങൾ കൃത്യമായ അളവിൽ അളന്നെടുത്ത് ഇതിൽ കൊണ്ടുപോയാൽ ചൂടുവെള്ളമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും. അത് മാത്രമല്ല, റോസ് പറയുന്നുണ്ടായി നമ്മൾ ഫ്രൂട്ട്സിന്റെ ഒക്കെ കട്ട് ഫ്രൂട്ട്സും ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ബേബീസിന് അപ്പൊ കൃത്യം അളവിൽ അളന്ന് കൊണ്ടുപോകാൻ നല്ലൊരു സംഗതിയാണ്. ഇവിടെ ഞാനിത് എല്ലാവരുടെയും കണ്ടിട്ടുണ്ട് കേട്ടോ, അമ്മുചേച്ചിയുടെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു സംഗതി ആയിരിക്കും. ഇത് നമുക്ക് ഒന്ന് നമ്മുടെ ഹാമ്പറിൽ വെക്കാം. അപ്പോൾ പിള്ളേർക്ക് പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സംഗതികളൊക്കെ കറക്റ്റ് മെഷർമെന്റിൽ ഇത് എടുത്ത് വെക്കാം. പാസിഫയറിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു, പക്ഷെ അവൻ ഒരു ദിവസം വെച്ചു, പിന്നെ അവൻ അത് ഉപയോഗിച്ചിട്ടില്ല. അവൻ അതൊട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ ഇവിടെ ഇപ്പൊ നെയ്ത്തനും ഡാനി മാരിയും എല്ലാരും ഞാൻ പാസിഫയർ വെക്കാത്ത ആരും ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പൊതുവേ പറയില്ലേ പാസിഫയർ വെച്ച പല്ല് പൊങ്ങുന്ന്, അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഞാൻ ഇവിടെ ഇപ്പൊ ഇവരൊക്കെ വലിയ മക്കളായാലും 8 വയസ്സായില്ല, ആരും പല്ല് പൊങ്ങിയിട്ടില്ല. നെയ്ത്തനൊക്കെ ഡെയിലി പാസിഫയർ ആയത് എനിക്ക് ഓർമ്മയുണ്ട്. ആരിയൊക്കെ ഞാൻ നാട്ടിൽ വെച്ചിട്ടായിരുന്നു ഞാൻ. പിന്നെ ആക്ച്വലി ഇത് റിയലി അവരെ പാസിഫൈ ചെയ്യും. അവർക്ക് നല്ലൊരു കംഫർട്ട് ഫീൽ കിട്ടും. അതുകൊണ്ട് അവരുടെ കുറെ വാശികളൊക്കെ കുറച്ച് ഒതുങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈവൻ ഞാൻ വിചാരിക്കും കുറച്ച് പല്ല് പൊങ്ങിയാൽ ഇവിടെ എന്തായാലും ഡെന്റൽ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യും ഒരു കോസ്മെറ്റോളജിയുടെ ഭാഗമായിട്ട്. ഈവൻ പല്ല് പൊങ്ങിയെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മറ്റേ ക്ലിപ്പ് ഇടാം നമുക്ക്. ഈ പ്രിന്റിനേക്കാളും നല്ല മറ്റേ ഇതുങ്ങളല്ലേ. ഇതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് താല്പര്യമായിരുന്നു. അവന് ഉണ്ടായി കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ നെയിൽ വെട്ടേണ്ട വന്നായിരുന്നു. അപ്പം ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ ഇതിന്റെ ഒരു ഇലക്ട്രിക് സംഗതി കണ്ടിട്ടുണ്ട്, നെയിൽ ഇങ്ങനെ ഫയൽ ചെയ്ത് പോകുന്നത്. അത് പിള്ളേർക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷെ നമുക്ക് ഈസിയാ. ഈ ഒരു പ്ലാൻ പെട്ടെന്ന് ഉണ്ടായത് കാരണം ഓൺലൈൻ ഓർഡർ ചെയ്ത് വരുത്താനുള്ള ഒരു സമയമില്ല, നമ്മൾ മറ്റൊന്നാ ട്രാവൽ ചെയ്യല്ലേ. പക്ഷെ ഇത് നല്ല ക്വാളിറ്റി തോന്നണം അല്ലേ? ഹേമയുടെ ആയതുകൊണ്ട് നല്ലതായിരിക്കും. ഹേമയുടെ ബേബി പ്രൊഡക്ട്സ് പൊതുവേ നല്ലതാണ്. പോവാം വിശക്കുന്നു. ഇവിടെ നമ്മൾ വേറെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ നോക്കിയിട്ടോ, പക്ഷേ ഇതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് വേറെ കുറച്ച് കടകളിൽ ഇവിടെ കിട്ടും. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ബേബീസിന് റാഷസ് വരുമ്പോൾ ഉപയോഗിക്കുന്ന സ്യൂഡോ ക്രീം ഇല്ലേ, അത് ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്, ഭയങ്കര എഫക്റ്റീവാന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെനിക്ക് ഹാമ്പറിൽ വെക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ 5 ക്രീമിൻ്റെ ടിന്നൊക്കെ വെക്കുമ്പോഴേക്ക് എൻ്റെ ലഗേജിൻ്റെ വെയിറ്റ് നന്നായിട്ട് കൂടും. അതുകൊണ്ട് എനിക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അതിലൊരു ചെറിയ വിഷമമുണ്ട് എനിക്ക്.
നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു 3 ഐറ്റം ഹേമേന്ന് കിട്ടിയല്ലേ. ഇനി നമുക്ക് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് ഇവിടെ ചുൻ കഫേ എന്ന് പറഞ്ഞ കഫേ ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് സാൻഡ്വിച്ച് കഴിക്കാം. കുറേ കാലമായിട്ടുള്ള പ്ലാനാണ് ഇവിടെ ഒന്ന് കഴിക്കാൻ. ഗീതും ബ്രതും ഒക്കെ കുറേ തവണ വന്നിട്ടുണ്ട്, പക്ഷെ എന്തുകൊണ്ടോ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടില്ല. 1-2 തവണ ഇവിടെ എത്തിയപ്പോ ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നു. 1 മണിക്കൂർ എന്തോ വെയിറ്റിംഗ് ടൈം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ കൊറിയൻ സ്റ്റൈൽ വൈറൽ കൊറിയൻ സാൻഡ്വിച്ച്. നല്ല തിരക്ക്, ഇന്ന് സൺഡേ അല്ലേ, അപ്പൊ എന്തായാലും ക്യൂ നിൽക്കേണ്ടി വരും. നോക്കാം. റോസിന് വൈകുന്നേരം ഒരു നോമ്പ് തുറയുണ്ട് ഫ്രണ്ടിന്റെ അവിടെ, അപ്പൊ അതുകൊണ്ട് നോമ്പ് തുറ, പക്ഷെ നോമ്പ് എടുത്തിട്ടില്ല ഇന്ന്. അപ്പൊ അതുകൊണ്ട് റോസിന് നോമ്പ് തുറക്കി പോകണം. ആ സമയത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ ഇറങ്ങും. ഞായറാഴ്ചകളിൽ പൊതുവെ ഇവിടെ കാണുന്നതിനേക്കാളും തിരക്ക് കുറവാണ് ഇന്ന്. അതെ, തിരക്ക് കുറവാണ് സാധാരണ നമ്മൾ ഞായറാഴ്ച കാണുന്നതിനേക്കാളും. കാരണം നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചത് ഇവിടെ ട്യൂലിപ്പ് സീസൺ സ്റ്റാർട്ട് ചെയ്തല്ലോ, എല്ലാവരും അങ്ങോട്ട് പോയി കാണും. ക്യുക്കനോഫ് ഭാഗത്തോട്ട് ആൾക്കാരൊക്കെ യാത്ര തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ക്യുക്കനോഫ് ഇല്ലേ നമ്മുടെ ട്യൂലിപ്പ്, അത് നമ്മുടെ വീടിന്ന് 5-6 മിനിറ്റേ ഉള്ളൂ, വളരെ അടുത്താണ്. അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലമൊക്കെ ഞങ്ങൾ ഒരു തവണ അൽക്ക വന്നുകൊണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പോയി, അതല്ലാതെ പോയിട്ടേ ഇല്ല. അധികം മാപ്പ് വെച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ട് തോന്നണില്ല. ദൂരെ കാണുന്ന ആ തിരക്കായിരിക്കും ചുൻ കഫേ. സമയമുണ്ട് ഇഷ്ടം പോലെ വർത്താനം പറയാൻ, പക്ഷെ ചെറിയ ക്യൂ ആട്ടോ. സാധാരണ നമ്മൾ വരുമ്പോൾ നല്ല ക്യൂ ഉണ്ടാവാറുണ്ട്. ഇന്നതേ ഇത്രയേ ഉള്ളൂ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 20 മിനിറ്റ്. കമ്പനിക്ക് ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. നല്ല രസമല്ലേ നിൽക്കുന്നതാണ്. അജോടി നോക്കി കഴിഞ്ഞ മുഖം. അങ്ങനെ നിന്ന് നമ്മൾ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ഒരു 10 മിനിറ്റും കൂടെ ക്യൂ എന്നാണ് ഇവര് പറയുന്നത്. 35 മിനിറ്റ് നമ്മൾ നിന്നു. ഇത്ര നേരം കണ്ടിന്യൂസ് ആയിട്ട് നിന്നപ്പോഴേ ചെറുതായിട്ടൊരു നടുവേദന തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നടുവേദന എന്നുള്ളൊരു പ്രശ്നം മാറ്റി നിർത്തുകയാണെങ്കിൽ വേറെ കാര്യമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല കേട്ടോ. നല്ല ബട്ടറിൻ്റെയും ബ്രെഡിൻ്റെയും ഒക്കെ ഇങ്ങനെ ടോസ്റ്റ് ചെയ്യുന്ന കിടിലം വേണം. ചെറിയൊരു കട കേട്ടോ, കുറച്ച് പേർക്ക് അകത്തിരിക്കാൻ പറ്റുള്ളൂ. ഇതൊരു 2ാമത്തെ ഷോപ്പാണ് ഇവർ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ആദ്യം ഒന്ന് കുറച്ചും കൂടെ അപ്പുറത്തായിരുന്നു, അത് ഭയങ്കര ഹിറ്റായിരുന്നു. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആംസ്റ്റർഡാമിൽ വന്നിട്ടുള്ള കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡിൽ പുള്ളിക്കാരൻ കിടക്കുന്നുണ്ട്, ചുൻ കഫേ, CHUN കേട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. റോസ് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. ശരിക്കും ഞാനും കുറച്ച് എക്സൈറ്റഡ് ആണ്, കാരണം കുറേ കാലത്തിന് ശേഷമാണ്. അതെ, ഗീതു പറഞ്ഞ് കുറേ കൊതിപ്പിച്ചിട്ടുണ്ട്. ഗീതു ഇതിന്റെ മൾട്ടിപ്പിൾ ബ്രാഞ്ചസിൽ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അതെ, ഗീതു എന്താ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ആ ദിവസത്തിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ ക്യൂ നിന്നിട്ട് വന്നിട്ട്, പക്ഷെ ഭയങ്കര വേർത്തായിരുന്നു എന്നാണ് ഗീതു പറയുന്നത്. നോക്കാം നമുക്ക്. ഐഷു എക്സൈറ്റഡ് ആണോ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും എക്സൈറ്റഡ്. നമ്മളൊരു ഫ്രഷ് ഓറഞ്ച് ജ്യൂസും പിന്നെ ഒരു ഐസ്ഡ് ലാറ്റിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. സന്തോഷം കാണില്ലല്ലോ. റോസ് ഒരു റിയൽ വ്ളോഗറാണ് കണ്ടോ, മൈക്കൊക്കെ വെച്ചിരിക്കുന്ന. എന്താ ചെയ്യാ, ലായുടെ മുഖത്തെ ഒരു സന്തോഷം കാണില്ലല്ലോ. കുറെ തവണ വരുന്നവരായിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ സന്തോഷം കാണിക്കാൻ ടേസ്റ്റ് കാരണം പറ്റുണ്ടായിട്ടില്ല. ടേസ്റ്റ് ഉണ്ടായി മതിയായിരുന്നു, ടേസ്റ്റ് ഇല്ലെങ്കിൽ ഗീതുവിനെ പഞ്ഞിക്കിടിഞ്ഞു. അങ്ങനെ ഫൈനലി നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ബീഫും പിന്നെ ഒന്ന് പ്രോൺസും ആണ് നമ്മൾ പറഞ്ഞത്. ഒരുപാട് എക്സ്പെക്ടേഷനോട് കൂടെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരു ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോൾ എപ്പോഴും നമ്മുടെ എക്സ്പെക്ടേഷൻ മാച്ച് ചെയ്യാത്ത പോലെ തോന്നില്ലേ? എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഭയങ്കര അടിപൊളി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ബൈറ്റിൽ തന്നെ കറക്റ്റ് ഒന്ന് ബേക്കറാണ് കിട്ടിയത്. നമുക്ക് ചെറുതായിട്ട് കണ്ണട വെച്ചില്ലെങ്കിൽ കണ്ണ് കാണാത്ത പ്രശ്നമുണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ കണ്ണട എടുക്കാൻ മറന്നു. എന്തോ ഭാഗ്യത്തിന് ഈ പവറുള്ള സൺഗ്ലാസ് എൻ്റെ ബാഗിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് വെച്ചോണ്ട് തന്നെ ഇരിക്കുന്നത് ഇതിൻ്റെ അകത്തും. ശരിക്കും കഴിച്ചിട്ടില്ല. ഭയങ്കര മധുരമുണ്ട്, പക്ഷെ ഒരു ഇഷ്ടപ്പെടുന്ന മധുരം. ബീഫില് എന്തായിരുന്നു മനസ്സിലാവണില്ല, ഇതിൻ്റെ ഒരു ഭയങ്കര രസമുണ്ട്. ഭയങ്കര റിച്ച് ആയിട്ടുള്ള. ഓരോ തവണ ഇറക്കുമ്പോഴും പിന്നെയും കഴിച്ചോണ്ടിരിക്കാൻ തോന്നണം. നമ്മളിപ്പോ ബീഫ് മാത്രം കേട്ടോ കഴിച്ച ഷ്രിമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇനി നമുക്ക് ഷ്രിമ്പ് ട്രൈ ചെയ്യാം. ബീഫിൽ സാറ്റിസ്ഫൈഡ് ആണ്, സോറി വയറ് നിറയും, നല്ല ഫീലിംഗാ. നമ്മൾ ഒന്നാ ഷെയർ ചെയ്തേ, പക്ഷെ എന്നിട്ട് തന്നെ ഷ്രിമ്പ് കണ്ടപ്പോ ആദ്യം ഷ്രിമ്പ് കഴിച്ചാൽ മതിയായിരുന്നു. ഇത് ആദ്യം ഇത് കഴിക്കായിരുന്നു അല്ലേ, ആ ചൂടോടെ. ഇത് നല്ല ഫുഡാ. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള വൺ ഓഫ് ദ പൊളി ഫുഡിയാണ് കേട്ടോ റോസ്. റോസ് എല്ലാം കഴിക്കും, ഇങ്ങോട്ട് കടിക്കാത്തത്. അത് ഭയങ്കര എൻജോയ് ചെയ്ത് സമയം എടുത്ത് ഭക്ഷണം ഉണ്ടാക്കും ചെയ്യും, കൊടുക്കും ചെയ്യും, വിളമ്പും ചെയ്യും, കഴിക്കും ചെയ്യും. അതിനേക്ക് നിന്നിട്ട് കഴിക്കുകയും ചെയ്യും. അത്
അടിപൊളി. നമുക്ക് ഭയങ്കര ടേസ്റ്റ് അറിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു ബ്ലെസ്സിങ് ആണ്. ഞാനത് ആക്ച്വലി ലേൺഡ് ആണ് വിഷ്ണുവിൻ്റെ നിന്ന്. എനിക്ക് ഒട്ടും ഫുഡ് കഴിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. എൻ്റെ മുന്നത്തെ കോലം കണ്ടാലേ അറിയില്ല, തീരെ കഴിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഒപ്പമുള്ള ആള് വിഷ്ണു അത്യാവശ്യം ഫുഡി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വിഷ്ണു ഭയങ്കര പിക്കിയാണ്, ഭയങ്കര സെലക്റ്റീവാണ് എന്ത് കഴിക്കുന്നുള്ളത്. പക്ഷെ എന്നാലും അങ്ങനെ ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കുമ്പോൾ നമുക്കൊരു കൊതി വരില്ലേ കഴിക്കാൻ, അങ്ങനെ എനിക്ക് വന്നതാണ്, അല്ലാതെ ഞാൻ അത്ര ഫുഡി ആയിരുന്നില്ല. മൂന്ന് ഷ്രിമ്പല്ല പോയത്. പേഴ്സണലി ഞാനൊരു സീ ഫുഡ് ലവർ ആയതുകൊണ്ട് എനിക്കിത് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ആണോ? ആക്ച്വലി ഇത് നല്ല ഇഷ്ടപ്പെടും. എഗ്ഗാണോ അത്? ഭയങ്കര മൈൽഡാണ്. എഗ്ഗാന്ന് തോന്നുന്നു. സോസ് നല്ല വ്യത്യാസമുണ്ടല്ലോ നമ്മൾ നേരത്തെ കഴിച്ചതിനേക്കാളും. നല്ല ഇഷ്ടപ്പെട്ടു. ഷ്രിമ്പ് ഭയങ്കര സോഫ്റ്റും ആണ്, കറുമുറുവാണ്, നല്ലതാ. ഗാർലിക് ബട്ടർ ഫ്ലേവർ നന്നായിട്ടുണ്ട്, ഇഷ്ടമായി. ഇത് ഫസ്റ്റ് കഴിച്ചാൽ മതിയായിരുന്നു ചൂടോടെ. അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളി. ഒരു 20, 30, 40, 50 മിനിറ്റ് ക്യൂ എന്നാലും 1 മണിക്കൂർ എന്നാലും തിരക്കേടില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര മൈൽഡാണ്. എന്താ ബീഫ് കഴിച്ചപ്പോ നല്ല പെട്ടെന്ന് ഫുള്ളായ പോലെ ഫീൽ ചെയ്തെങ്കിലും ഇപ്പൊ നല്ല സുഖം അല്ലേ, ഒട്ടും ഹെവി ഫീൽ ചെയ്യണില്ല, നല്ലായിരുന്നു. റോസ് കഴിക്കുന്ന കണ്ടിട്ടായിരുന്നു എനിക്ക് കൂടുതൽ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. വയറ് നിറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് വീണ്ടും ഷോപ്പിങ്ങിലോട്ട് ഇറങ്ങാം. അപ്പോൾ ആദ്യം നമുക്കിനി നമ്മുടെ ബേബി റോംബർക്കുള്ള 3 ഐറ്റം വാങ്ങി. ഇനി ഒരു 2 ഐറ്റം കൂടെ നോക്കാം. അയ്യോ ശരിയാ, ഹാമ്പർ. ഞാൻ റോംബർ എന്ന് പറഞ്ഞല്ലേ, ഹാമ്പറിലേക്കുള്ള റോംബർ വാങ്ങി. അപ്പോൾ ഇനി ഒരു 2-3 ഐറ്റം കൂടെ നമുക്ക് വാങ്ങിക്കണം എന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം നാട്ടിലേക്കുള്ള കുറച്ച് കുട്ടി ചില്ലറ ഷോപ്പിങ്സ് ബാക്കിയുണ്ട്. പിന്നെ റോസിന് 1-2 ഡ്രസ്സ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇങ്ങനെ എടുത്തേക്കാം. അതെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ബാക്കി കലാപരിപാടി. നമ്മളിനി ഇവിടെ പ്രൈമാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ അവിടെ കിഡ്സിൻ്റെ റോംബർ പൊതുവേ നല്ല മെറ്റീരിയലാന്ന് കേട്ടിട്ടുണ്ട്. അവിടെ വില കുറച്ച് കുറവാണ്, പക്ഷേ നമ്മൾ എല്ലാ സാധനങ്ങളും നോക്കി വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് നല്ല പണി കിട്ടും. അപ്പോൾ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ അധികം പ്രൈമാർക്കിൽ നിന്ന് വാങ്ങിക്കാറ്. അവിടെ അമ്മു ചേച്ചിയൊക്കെ വാങ്ങിക്കുന്ന ഒരു കാര്യമാണ് റോംബർ. നീ വാങ്ങിയിട്ടില്ലേ അവിടെ? നല്ലതല്ല അവിടുത്തെ മെറ്റീരിയൽ? നല്ല പിള്ളേരുടെ എനിക്ക് പൊതുവെ ഇഷ്ടമാവാറുണ്ട്. പിന്നെ അതേപോലെ അവിടെ നമ്മുടെ ഹൗസ് ക്ലോത്ത്സ് നല്ലതാ, നല്ല മെറ്റീരിയൽ. പക്ഷെ പുറത്തിടുന്ന സ്വെറ്റേഴ്സ് പോലത്തെ വാങ്ങി, സ്വെറ്റേഴ്സ് ആണ് അവിടെ എനിക്ക് മോശമായിട്ട് തോന്നാറ്. ഞാൻ ഇവിടെ നെതർലൻഡ്സിൽ വന്ന ഉടനെ ഷോപ്പിങ്ങിന് വരില്ല ആദ്യം. അപ്പൊ വിഷ്ണുവിന്റെ കാർഡായിട്ടാ വന്നത്, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. അപ്പൊ എന്നിട്ട് ഇത്രയും വില കുറഞ്ഞ സാധനം കണ്ടിട്ട് ഞാൻ കുറെ വാങ്ങി. 100-120 യൂറോന്റെ അടുത്തിട്ട് വാങ്ങി. പക്ഷെ എന്താ എല്ലാം ഒരു അലക്കില് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ. പെട്ടെന്ന് വെയിൽ വന്നു, നല്ല വെയില്. ഇടിക്കോ? ഇപ്പൊ നല്ല തിരക്കായി. നമ്പർ സെറ്റ് നല്ലതാട്ടോ. ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ട്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നാട്ടിൽ പോകുമ്പോൾ ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു തവണ. പിന്നെ ഞാൻ ഇവിടെ ഉള്ളവരും പലരും വാങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ട്. നല്ല മെറ്റീരിയലാണെന്ന് അവർ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രസ്സിൻ്റെ ഒക്കെ അകത്ത് വേണമെങ്കിൽ തണുപ്പ് കാലത്തൊക്കെ ഇടാൻ, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. നാട്ടില് ചൂടായതുകൊണ്ട് ഇത് വെറുതെ ഇങ്ങനെ ഇടാം. ഇവിടെ എന്ത് ഡ്രസ്സ് ഇടുമ്പോഴും അകത്ത് റോംബർ ഇടും, കാരണം പിള്ളേർക്ക് തണുക്കില്ല. നമ്മള് മറ്റേ പാന്റും ടീഷർട്ട് കോട്ട് സെറ്റ് ഇടുമ്പോ ഉള്ളില് ഇതുപോലത്തെ റോംബർ ഇടിപ്പിക്കും. വൈറ്റ് ആയിരിക്കും. ന്യൂ ബോൺ എപ്പോഴും വൈറ്റ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ വൈറ്റ് നമുക്കൊരു സെറ്റ് എടുക്കാം. എന്നിട്ട് സോഫ്റ്റ് ടോയ്സ് നമുക്ക് വേറെ ഷോപ്പിൽ നോക്കാം. ന്യൂ ബോൺ എടുക്കാതെ ഈ 0 to 1 month എടുക്കാം, അതായിരിക്കും നല്ലത്. കാരണം കുറച്ചും കൂടെ വലുതായാലും ന്യൂ ബോൺ ജനിച്ചുടനെയായിരിക്കും. അതെ, തീരെ ചെറുതാണെങ്കിലോ പൊടി നമുക്ക് അതിനേക്കാൾ ഒരു പോയിന്റ് മുകളിൽ എടുക്കാം. കാരണം അല്ലെങ്കിൽ 0 to 3 months എടുക്കാം, അതായിരിക്കും നല്ല ഗുഡ് ആയിരിക്കും. പക്ഷേ 0 to 3 വൈറ്റിലില്ല, താഴെതാ. റോസിന് പെട്ടെന്ന് ഐഡിയ ഒന്ന് മാറ്റാൻ തോന്നി. അതെ, നമ്മള് റോംബർ ഇങ്ങനെ ഒരു സെറ്റ് ആയിട്ടല്ലാതെ ഒരു റോംബറും അതിന്റെ കൂട്ടത്തില് ഫ്ലാനൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കില്ലേ ബേബീനെ പൊതിയാനുള്ള. ഇതാണെങ്കിൽ നല്ല മെറ്റീരിയലും ആണ്, നല്ല പ്രിന്റും ആണ്. ഈ പ്രൈമാർക്കിലെ പൊതുവെ ചില നമ്മൾ നോക്കിയെടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെറ്റീരിയൽ നല്ലതാണ്. പക്ഷെ എല്ലാം എടുക്കാൻ നിന്നാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നല്ല പണി കിട്ടും. പ്ലെയിൻ വേണോ? പ്ലെയിനൊക്കെ കുറച്ചും കൂടെ നല്ലത് ഇതാ തോന്നുന്നു അല്ലേ, കുറച്ചുകൂടെ ക്യൂട്ട് പ്രിന്റും ആണ്. ഒരു റോംബർ നമുക്ക്
ഒരു ഹാമ്പറിൽ വെക്കാം. ബാക്കി വരുന്ന 2 ഞാൻ എൻ്റെ കൊച്ചിനെ ഇടിക്കും. യെസ്, നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അയ്യോ കുട്ടർ അമ്മേനെ കാണാം, മാറിക്കാം. അവളുടെ ചുറ്റും ഞാൻ നിന്നുകൊണ്ടിരിക്കുമ്പോൾ പേടി തോന്നുന്നു, എന്നെ തന്നെ നോക്കണം. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ ഒട്ടും വരാത്ത മേഖലയായിരുന്നു ഇതൊക്കെ. റോസിൻ്റെ അടുത്ത് പറയായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇങ്ങോട്ടാണ് വരികയാണ്. ആദ്യം ഞാൻ എനിക്ക് തന്നെ വാങ്ങിയിട്ടാണ് ഞാൻ പിന്നെ വരുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. നമ്മളിവിടെ ആംസ്റ്റർഡാം പ്രൈമാർക്കിൽ വന്നപ്പോഴേ ഇത്രയും അടിപൊളിയായിരുന്നില്ല ഇവരുടെ ഹോം സെഷൻ. പക്ഷെ ഇപ്പൊ ഭയങ്കര ഒരുപാട് നല്ല സാധനങ്ങൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. സ്പ്രിങ്ങിന്റെ കളക്ഷൻസ് നല്ല രസമുണ്ട്. ഈ ബോളൊക്കെ നോക്ക്, ഭയങ്കര നല്ല രസമുണ്ട്, എല്ലാ രസമുണ്ട്. പിന്നെ ഇപ്പൊ ഇവള് വീട്ടിലേക്ക് വാങ്ങിയിട്ട് ലോൺ എടുക്കേണ്ട അവസ്ഥ ആയതുകൊണ്ടും എനിക്ക് ആ പെർമിഷൻ ജീവിതകാലം മുഴുവൻ നിഷേധിച്ചത് കൊണ്ടും നമ്മളിപ്പോ തൽക്കാലം വാങ്ങിക്കുന്നില്ല. എനിക്ക് വാങ്ങി ഹരം പിടിച്ചായിരുന്നേ, പക്ഷെ റോസ് എന്നെ തടഞ്ഞു. മതി എന്നാണ് റോസിന്റെ അഭിപ്രായം. അയ്യോ, പക്ഷെ നമ്മൾ അത്യാവശ്യം വാങ്ങിയില്ലേ, കുറച്ച് കവർ ചെയ്തു. ഇനി നമുക്ക് എന്തായാലും ഒരു സോഫ്റ്റ് ടോയ് കുറച്ച് നല്ലത് നമുക്ക് വാങ്ങിക്കാം. അപ്പൊ അതിന് നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്, അവിടെ പോവാം. റോസ് ആണ് നമുക്ക് വേണ്ടി പേ ചെയ്യുന്നല്ലോ റോസ്? യെസ്, ഇത് മാത്രം. സ്റ്റീവിന് 2 ഷർട്ട് നല്ലത് നോക്കിയെടുത്ത് കാര്യം പറയണ്ട. എന്താ പോകുമ്പോ എന്റെ മൈക്ക് കയറണം. അയ്യോ, എടുത്തിട്ട് പോകട്ടോ, അല്ലെങ്കിൽ പോകുന്നത് ഇല്ലെങ്കിൽ ഈ വണ്ടി ഇവിടെ നിൽക്ക്. നമ്മളുണ്ടല്ലോ തൊട്ടിവിടെ ഒരു ബൈൻകോർഫ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്, അവിടെ പോവാന്ന് വിചാരിച്ചു. 2 ആവശ്യങ്ങളുണ്ട്. ഒന്ന്, അപർണയ്ക്ക് സ്റ്റാൻലിയുടെ ഒരു വാട്ടർ ബോട്ടിൽ വേണം. നമ്മൾ പറഞ്ഞതല്ല, എനിക്കൊരാഗ്രഹം. ആ ഏജിലുള്ള പിള്ളേർക്കൊക്കെ ഒരു രസം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒരു സ്റ്റാൻലിയുടെ വാട്ടർ ബോട്ടിൽ കിട്ടുമോ നോക്കാം. പിന്നെ 2 നല്ല സോഫ്റ്റ് ടോയ്സ് ബൈൻകോർഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ നേരെ കയ്യിൽ പിടിക്കുന്നതല്ലേ സോഫ്റ്റ് ടോയ്സ്, അപ്പോൾ അത് നമുക്ക് ബൈൻകോർഫിൽ നിന്ന് മേടിക്കാം. പിന്നെ അൻഷിഫയ്ക്ക് ഒരു ലിപ്സ്റ്റിക്ക് നോക്കണം. ഈ 3 പരിപാടിയാണ് നമുക്കുള്ളത്. ഒരു ഈദിനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ. റോസ് ഇവിടെ നിന്ന് ഒരു വാട്ടർ ബോട്ടിലാണ് സെലക്ട് ചെയ്ത ഗിഫ്റ്റ്, ഈസ്റ്റർ ഗിഫ്റ്റ്. അപ്പോൾ അൻഷിഫയ്ക്ക് ഒരു ലിപ്സ്റ്റിക്ക് കുറേ അവൾ എന്നോട് ഏതാ ഷെയ്ഡ് എന്ന് ചോദിക്കുന്നു. അതിവിടെ കിട്ടുമോ നോക്കി നോക്കാം. അങ്ങനെയാണെങ്കിൽ അത് അൻഷിഫയ്ക്ക് പോയി. എന്തൊരു നാണം. ഈ ഒരു ബൈൻകോർഫിൽ അധികം തവണ വന്നിട്ടില്ല. ആംസ്റ്റൽഫെയിനിൽ ഒരു ബൈൻകോർഫ് ഉണ്ട്, അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്ര വലുതല്ല കേട്ടോ. ഇവിടെ അകത്ത് എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ബ്രാൻഡഡ് പേഴ്സൺ അല്ല, അതുകൊണ്ട് ഞാൻ ആരൊക്കെയോ ബ്ലോക്ക് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ബ്രാൻഡ്സ് അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. എന്തൊക്കെ ബ്രാൻഡ് ഉണ്ടെങ്കിലും എസ്കലേറ്റർ വർക്കിംഗ് അല്ല. കിട്ടി മോളെ. 4 നില കയറിയിട്ടൊക്കെയാണ് സ്റ്റാൻലിയുടെ ഒരു ബോട്ടിൽ കിട്ടിയത്. അവിടെ നല്ല ഷെയ്ഡ് ഉണ്ട്. ആണോ? വേറെയോ? ബ്ലൂ ഷെയ്ഡ് കുറച്ചുകൂടി നല്ലത്. സ്റ്റാൻലി ബോട്ടിൽ വിഷ്ണുവിന്റെ അഭിപ്രായത്തിൽ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ്. എന്താ അഭിപ്രായം? ശരിക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചുമ്മാ വാട്ടർ ബോട്ടിൽസിനോടുള്ള ഒരു ക്രേസ് കാരണം ഞാൻ വാങ്ങിയതായിരുന്നു. വലിയൊരു മേജർ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും കയ്യിലൊരു സാധനം ഉപയോഗിക്കുന്ന ഒരു രസം, അത്രേ ഉള്ളൂ. ഈ 2 ഷെയ്ഡ് ഉള്ളൂ ഇവിടെ? അല്ല, വേറെ ഉണ്ടായിരിക്കും, നോക്കാം. സോറി. റോസ് മറ്റേ CID മൂസയിലെ ബിന്ദു പണിക്കരുടെ ക്യാരക്ടർ അല്ലേ? എനിക്ക് മറ്റേ ഇതായി തള്ള വൈബായി. ഇപ്പൊ കുറെ വീഡിയോസ് ഇറക്കണ്ടല്ലേ മറ്റേ പാത്രങ്ങൾ കാണുമ്പോ എനിക്കിപ്പോ പാത്രങ്ങളോടും ഇങ്ങനത്തെ ഹോം എന്നാ എനിക്കുണ്ടോ വൈബ് കുറച്ച്. നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സ്റ്റാൻലിയുടെ ഒരു നിറഞ്ഞ കമനീയ ശേഖരം നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇത് നല്ല ഷെയ്ഡല്ലേ? ഇതല്ല ഐഷുവിന്റെ? എന്റെ പക്ഷെ സ്ട്രോ ഉള്ളതല്ല. എനിക്ക് നിങ്ങൾ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നത് ഓർമ്മയില്ലേ? അതിപ്പോ കാണുന്നില്ല, എനിക്ക് തോന്നുന്നു അത്. ഇത്രയും ബോട്ടിൽ ഇവിടെ ഉണ്ടായിട്ടും എല്ലാ ബോട്ടിലിൻ്റെ മുകളിലും എന്തെങ്കിലും ഒരു ചെറിയ ചളുക്കോ അല്ലെങ്കിൽ ഒരു സ്ക്രാച്ചോ ഒരു മാർക്കോ എന്തെങ്കിലും ഉണ്ടായിരുന്നേ. ഇത് എളുപ്പത്തിൽ ഇനി സ്ക്രാച്ച് വരുന്നതാണോ അതോ ഇനി ആരെങ്കിലും സ്ക്രാച്ച് ആക്കിയിട്ട് ഇവിടെ വെക്കുന്നതാണോ എന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു കളറായിരുന്നു. പക്ഷെ അതിൽ മുഴുവൻ സ്ക്രാച്ച് ഇല്ലാത്തൊരു സംഗതി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കാരണം നമ്മൾ വേറൊരു കളർ ചൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ അത്രയും വലുത് നമുക്ക് നമ്മുടെ ഇതിൽ വെക്കാൻ പറ്റില്ല. ഈ കുട്ടീനെ എടുക്കാനും പറ്റൂട്ടോ. അയ്യോടാ, നമുക്ക് അത്രയും വലുത് വെക്കാൻ പറ്റില്ല. കുറച്ചും കൂടെ ചെറിയ ഒരു സോഫ്റ്റ് ടോയ് നോക്കേണ്ടി വരും. ഇത് നോക്കി ഐഷു, കുറച്ച് പേടിക്കുമോ എന്നൊരു സംശയമുണ്ട്. ഇതൊക്കെ ഇത് പക്ഷെ വായിലിടൂലേ? വായിലിടും, എല്ലാം വായിലിടും പിള്ളേര്. പക്ഷെ സോഫ്റ്റ് ടോയ് തന്നെയാണോ? കാരണം പിള്ളേരുടെ ഒരു കിലുക്കം കേൾക്കുന്ന ഇത് ഡെക്കറേറ്റീവ് ടോയ് ആണോ? അല്ല, ഇത് കുറച്ചുകൂടെ വലിയ കുട്ടികൾക്ക്. നമ്മുടെ പേർപ്പസിന് ഇത് പറ്റൂല. പക്ഷെ നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ റോസിന് വൈകിട്ടൊരു നോമ്പുതുറയുണ്ട്. അതുകൊണ്ട് റോസിന് ഇവിടെ ഏകദേശം ഒരു 4:45-5 മണിയാകുമ്പോൾ ഇറങ്ങണം. എന്നാലാണ് അവിടെ കറക്റ്റ് സമയത്ത് എത്തുള്ളൂ. അങ്ങനെ റോസ് പോയി. ഇനി ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ.
വിഷ്ണു വിളിച്ചായിരുന്നു. വിഷ്ണുവിന് വീട്ടിലിരുന്ന് മടുത്തു, അതുകൊണ്ട് ചുമ്മാ വരുന്നോ നമുക്ക് നടക്കാനൊക്കെ പോകാമെന്ന് പറഞ്ഞ്. അപ്പം ഞാനൊരു സോഫ്റ്റ് ടോയും കൂടെ വാങ്ങിയിട്ട് മെല്ലെ പോട്ടെ. പിന്നെ ഞാൻ നാളെയോ മറ്റന്നാളോ നമ്മുടെ അടുത്തുള്ള സെൻറ്ററും പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. എല്ലാം കൂടെ ഒരു ദിവസം അല്ലെങ്കിൽ നടക്കില്ല. ഇതായിരിക്കുന്നു ഞാൻ അന്വേഷിച്ച് നടന്ന ഐറ്റം. ഇത് കുഞ്ഞു മക്കൾക്ക് ഇവിടെ ഇങ്ങനെ ഡാനി ഉണ്ടായ സമയത്ത് അവരിങ്ങനെ കൈ ഇങ്ങനെ ചുരുണ്ടല്ലേ പിടിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ടോയ് വെച്ച് കൊടുത്താൽ അവർക്ക് കുറച്ചൊരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നൊക്കെ അന്നിങ്ങനെ പറഞ്ഞു കേട്ടൊരു ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഗതിയായിരുന്നു എൻ്റെ മൈൻഡിൽ. അവർക്ക് കുറച്ച് വലുതാവുന്നത് വരെ നല്ലൊരു ഫ്രണ്ട് ഒപ്പുള്ളത് പോലെ തോന്നുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് നമുക്ക് നല്ലൊന്ന് നോക്കിയെടുക്കാം കേട്ടോ. ഇതൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റാണേ. അപ്പോൾ പിള്ളേർക്ക് നമ്മുടെ കൈയിൻ്റെ അകത്ത്, അവരുടെ കൈയിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ പിടിച്ച് കിടക്കുമ്പോൾ അവർക്ക് ആരൊക്കെ ഒപ്പുള്ളത് പോലെ തോന്നുന്നുണ്ടായിരിക്കും. നമ്മളങ്ങനെ ഫൈനലൈസ് ചെയ്തു. ഈ ഒരു സംഗതി എടുക്കാം കേട്ടോ നമുക്ക്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സോഫ്റ്റ് ആയിട്ടുമുണ്ട്. അപ്പോൾ വരും എൻ്റെ ഒപ്പം. നമ്മളങ്ങനെ ആവശ്യമുള്ളതെല്ലാം വാങ്ങിയിട്ടോ. തട്ടി മറച്ചിട്ടേനെ ഞാൻ ആധാരം ഇവിടെ വെച്ച് പോണ്ടി വന്നേനെ. നമുക്കിനി നേരെ ഓപ്പോസിറ്റ് TK Maxx ഉണ്ട്, അവിടെയും കൂടെ ഒന്ന് പോയി നമുക്ക് മേലെ വീട്ടിൽ പോവാം. കാരണം ഇന്ന് രാവിലെ തൊട്ടേ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ലെറ്റ്സ് ഗോ. നേരത്തെ ഞാനും റോസും കൂടി ആഞ്ഞു തള്ളിയായിരുന്നില്ലേ. അതായത് ട്യൂലിപ്പ് സീസൺ ആവുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ തിരക്കില്ലാത്തതെന്നൊക്കെ. അങ്ങനെയല്ല കേട്ടോ, രാവിലെ ആവുകൊണ്ടാണ് തോന്നുന്നു. വൈകുന്നേരം ആയപ്പോഴേക്ക് നല്ല തിരക്കായിട്ടുണ്ട്. കുറച്ച് നമ്മൾ ടയർഡായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും TK Maxxലും കൂടെ ഒന്ന് കയറാം കേട്ടോ. കാരണം TK Maxx നമ്മുടെ വീടിൻ്റെ അടുത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുട്ടി കുട്ടി സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമോ എന്നുള്ളത് നോക്കാം, നാട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അൽക്കൊക്കെ എന്തെങ്കിലും ഒരു സംഗതി വാങ്ങിക്കണം എന്നുണ്ട്. പക്ഷെ എന്ത് വാങ്ങിക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇവിടെ കിട്ടുന്നതെല്ലാം നാട്ടിലും കിട്ടില്ലേ. നാട്ടിൽ കൂടുതൽ സാധനങ്ങൾ കിട്ടിയാലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്താ വാങ്ങിക്കുകയെന്ന്. നോക്കി നോക്കാം. എൻ്റെ ഇന്നത്തെ എനർജി നെഗറ്റീവിലോട്ട് പോയി തുടങ്ങി കേട്ടോ. അതുകൊണ്ട് തൽക്കാലം നമുക്കിന്ന് വീട്ടിൽ പോവാം. ബാക്കി ഇനി അൽക്കയ്ക്ക് വേണ്ടത് എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ നോക്കുമ്പോൾ അവിടെ പോയി നോക്കാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, നമ്മൾ TK Maxxൽ 2-3 ആഴ്ച കൂടുമ്പോൾ വരികയാണെങ്കിൽ ഇവിടുത്തെ കളക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ കിട്ടും. അപ്പം ഞാൻ ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു, നാട്ടിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന പോലത്തെ. അങ്ങനെ ആ പരിപാടി നമ്മൾ അവസാനിപ്പിച്ചു. ഇനി നമുക്ക് വീട്ടിൽ പോവാം. ഇവിടുത്തെ ഒരു ട്രെയിൻ എടുക്കാനേ ഉള്ളൂ. അപ്പോൾ ട്രെയിൻ എടുത്താൽ നേരെ ഹോഫ്ദോർപ്പ് സ്റ്റേഷനിൽ പോയി ഇറങ്ങും. അവിടെ വിഷ്ണു വരുമായിരിക്കും. നമ്മുടെ രണ്ടുപേരുടെയും പേരൻസ് ഇവിടെ വന്നതുകൊണ്ടേ ഇപ്പോൾ അവർക്ക് സാധനം വാങ്ങിക്കാൻ എളുപ്പമാണ്. കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടെ എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അമ്മയും അച്ഛനും അമ്മച്ചന്മാരും എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞായിരുന്നു. അത് ഞാൻ ഓൾറെഡി നേരത്തെ വാങ്ങിച്ചു വെച്ചായിരുന്നു. ഇതോടുകൂടെ നമുക്ക് ഷോപ്പിംഗ് എൻഡ് ചെയ്യാം. എന്നിട്ട് പാക്കിംഗ് തുടങ്ങണം ഇന്ന് രാത്രി തൊട്ട്. കാരണം വ്യാഴാഴ്ച രാവിലെയാണ് ഫ്ലൈറ്റ്. അപ്പോൾ ബുധനാഴ്ച ഫ്രീ ആയിട്ടിരിക്കണം. മുന്നത്തെ പോലെ നമുക്ക് ഓടി പിടിച്ച് പടച്ച് പാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഇന്നൊരു പെട്ടി നമുക്ക് പാക്ക് ചെയ്ത് വെക്കണം. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നായിരുന്നേ. ഞാനിങ്ങനെ പുറത്ത് നടന്ന് ക്യാമറ നോക്കി സംസാരിക്കുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ എന്താ, എനിക്ക് ചമ്മൽ തോന്നല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആകുമ്പോൾ നമുക്ക് പാടാത്തൊരു കാര്യമാണ് ഈ നാണും ചമ്മലും ഒക്കെ. കാരണം ഏതൊരവസരത്തിലും നമ്മൾ ചിലപ്പോൾ ഷൂട്ട് ചെയ്യേണ്ടി വരും. വേറുള്ളവർ നമ്മളെ ചിന്തിക്കുന്നുണ്ടോ, നോക്കുന്നുണ്ടോ, കമൻറ്റ് പറയുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മളൊരു മൈൻഡ് ചെയ്യാത്ത ലെവലിൽ എടുത്താലാണ് ഈ ഒരു പ്രൊഫഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ ചമ്മൽ തോന്നാറില്ല. പക്ഷെ എന്നാലും കുറേ കാലം ചെയ്യാതിരുന്ന് പിന്നെ ഒരു ദിവസം ചെയ്യുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ കുറച്ച് കാലമായില്ലേ, ഒരു 6-7 കൊല്ലമൊക്കെ ഇങ്ങനെ ക്യാമറ പിടിച്ച് ഇങ്ങനെ പബ്ലിക്കിൽ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ചമ്മലൊക്കെ പോയിരിക്കുന്നു. നെതർലൻഡ്സിലോട്ട് വന്ന ഉടനെ ജോലിയൊക്കെ കിട്ടാൻ വേണ്ടി എനിക്കൊരു 2-2.5 വർഷം എടുത്തുമല്ലോ. ആ സമയം ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ എന്ന് പറയുന്ന പോലെ ഞാൻ ആംസ്റ്റർഡാം സെൻട്രലിൽ വരുമായിരുന്നേ. ഷോപ്പ് ചെയ്യാനൊന്നുമല്ല, വീട്ടിലിരുന്ന് നമുക്കൊരു മടുപ്പ് വരുമല്ലോ. അപ്പോൾ ആ മടുപ്പൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ആംസ്റ്റർഡാം സെൻട്രലിൻ്റെ ഏകദേശം മാപ്പൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. രാവിലെ ഒരു 8 to 9:30, പിന്നെ വൈകുന്നേരം ഒരു 4:30 to 5:30. ഈ സമയത്താണല്ലോ ആൾക്കാർ സ്കൂളിൽ പോവുക, കോളേജിൽ പോവുക, ഓഫീസ് വിട്ടുവരെയൊക്കെ ചെയ്യുക. ആ ഒരു സമയത്തല്ലാതെ ഇവിടെ ട്രെയിൻ അധികം ഒരു തിരക്കും ഉണ്ടാവാറില്ലേ. ഈ ഒരു സ്പ്രിൻറ്റർ നോക്കൂ, എനിക്ക് വേണ്ടി ഓടുന്നത് പോലെ ഇല്ലേ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ശ്വാസം കിട്ടിയ പോലെ. ഇപ്പം ജാക്കറ്റിൻ്റെ ചൂടുമില്ല, എന്നാൽ ജാക്കറ്റ് ഊരിയ തണുക്കും ചെയ്യണു. അങ്ങനത്തെ ഒരു അവസ്ഥ. ഇതുവരെ ട്രെയിനിലും ബസ്സിലും ഒന്നും അവർ AC ഒന്നും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ അകത്തിരുന്ന് പുഴുങ്ങുന്നൊരവസ്ഥയായിരുന്നു. പുറത്ത് അത്യാവശ്യം നല്ല കാലാവസ്ഥ കേട്ടോ. ഒരു 18-19 ഡിഗ്രി ഒക്കെ തോന്നുന്നു. നല്ല രസമുണ്ട്. ഇറക്കി വിട്ട് അതേ സ്ഥലത്ത് പിക്ക് ചെയ്യാൻ വേണ്ടി വിഷ്ണു വന്നിട്ടുണ്ട് കേട്ടോ. വിഷ്ണു ഡിന്നറിനുള്ള കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞു. തങ്കപ്പെട്ട ചേട്ടനാണ് തങ്കപ്പെട്ടൻ. എങ്ങനെയുണ്ടായിരുന്നു വിഷ്ണു ഞാനില്ലാതെ ഒരു ദിവസം? മീ ടൈം കിട്ടിയോ? അടിപൊളിയായിരുന്നു. മീ ടൈം കിട്ടിയോ? ഇഷ്ടപ്പെട്ടു. എന്നിട്ട് മീ ടൈം ആൾക്കാർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എനിക്കും തോന്നാറുണ്ട്. വിഷ്ണു ഓഫീസിൽ പോണ ദിവസം
വിഷ്ണു, നാട്ടിൽ പോണതിൻ്റെ ഭാഗമായിട്ട് താങ്കൾക്ക് ഷോപ്പിംഗ് ഒന്നുമില്ല? വിഷ്ണു ഒരു പേര് ഷർട്ടും ഒരു പേര് ജീൻസും വാങ്ങി വിഷ്ണുവിൻ്റെ ഷോപ്പിംഗ് അവസാനിപ്പിച്ചു. അമ്മയ്ക്കും അച്ഛനും വാങ്ങിക്കണ്ടേ? ഞാൻ വാങ്ങിച്ചായിരുന്നു, തനിക്ക് വാങ്ങിയാലെന്ന് ചോദിച്ചാൽ. 2 ദിവസം മുന്നേ ഞാനും വിഷ്ണുവും കൂടെ കുട്ടിക്കൊരു ഡയപ്പർ സ്റ്റേഷൻ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. ഡയപ്പർ സ്റ്റേഷൻ കിട്ടിയില്ലെങ്കിലും കിട്ടിയത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ചെടിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവിടെ തന്നെ വെക്കണം എന്നില്ല കേട്ടോ, കാരണം അവിടെ മൊത്തത്തിലൊന്ന് കൺജസ്റ്റഡ് ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. വേറെ 1-2 സ്ഥലത്തും കൂടെ നമുക്കൊന്ന് വെച്ച് നോക്കാം. ഞാൻ വാങ്ങിച്ച കാര്യങ്ങളൊക്കെ വിഷ്ണു ഒന്ന് ചെക്ക് ചെയ്യണം, എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത്. വെള്ള തന്നെയായിരുന്നു. എല്ലാ തവണയും നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അങ്ങനെയാ വേറെ. ആ മറ്റേ ബാഗ്സ് നമുക്ക് കളയണ്ടേ? എല്ലാം പൂത്തു തുടങ്ങി. നമുക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് തൊട്ട് പാക്കിങ് തുടങ്ങണേ, എന്നാലേ നമുക്കൊരു 3 ദിവസമെങ്കിലും പാക്കിങ്ങിന് കിട്ടുള്ളൂ. മുന്നത്തെ പോലെ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് അങ്ങോട്ട് കാര്യങ്ങൾ പാക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു എനർജി ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. ഇനി അതിൻ്റെ ഒപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അന്നത്തെ പാക്കിങ് നടക്കില്ല. അതുകൊണ്ട് ഇന്ന് തൊട്ട് ചെറുതായി നമുക്ക് പാക്കിങ് തുടങ്ങണം. പിന്നെ നമ്മൾ വാങ്ങിയ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് തരുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലല്ലോ. അത് ഞാൻ ചെറിയൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷോർട്സ് വഴി അറിയിക്കാം. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യം ന്യൂ ബോണിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒന്നെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുട്ടി ജനിച്ചുടനുള്ള ആൾക്കാർ മാത്രം ആ ഒരു പാർട്ടിസിപ്പേഷൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ കാര്യങ്ങൾ കിട്ടുമായിരിക്കും. അടുത്ത വ്ളോഗ് അധികം നമ്മുടെ ട്രാവൽ വ്ളോഗ് ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് 1 മാസത്തോളം നമ്മൾ നാട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. എന്താല്ലേ, ഞാൻ 5 മാസത്തിൽ വീണ്ടും നാട്ടിലോട്ട് വരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം അധികം ആദ്യം ഞാൻ വന്നത് 3 കൊല്ലത്തിന് ശേഷമായിരുന്നു. പിന്നെ ഒരു 1-1.5 കൊല്ലത്തിന് ശേഷം എപ്പോഴും വരാറ്. ആദ്യമായിട്ടാണ് ഒരു 4-5 മാസത്തിൽ എനിക്ക് വരാൻ പറ്റുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇത്തവണ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഐ എം വെരി ഹാപ്പി. എനിക്ക് ഈ ഒരു ഷോർട്ട് പീരീഡിൽ തന്നെ വീണ്ടും പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ വീട്ടിലൊക്കെ ഒന്ന് വന്ന് നിൽക്കാൻ പറ്റുന്നത് ഒരു പ്രിവിലേജ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണുള്ളൂ. കഥ പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് അടുത്ത വ്ളോഗൊക്കെ ആയിട്ട് വീണ്ടും നന്നായിട്ട് കാണാം. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി, ടാറ്റാ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത വ്ളോഗായിട്ട് കാണാം കേട്ടോ. ബൈ.